സുനിൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നി കല്ലേലി പാലത്തിൻ്റെയും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള കാനന ഭംഗികളുടെയും ദൃശ്യങ്ങളാണ്. അതിനിടയിലൂടെ ഒരു കൊച്ചു സുന്ദരിയെപ്പോലെ കുണുങ്ങി ഒഴുകുന്ന പുണ്യനദിയായ കാനന നദിയായ അച്ചൻകോവിലാറിൻ്റെയും ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ റൂട്ടിൽ കൂടി പോകുന്ന അപൂർവം ബസ്സുകളിൽ ഒരു ബസ്സിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കോന്നി കല്ലേലി കൊക്കാത്തോട് പാതയിൽ ആണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കല്ലേലി പാലവും ഇവിടെയാണ്. പ്രസിദ്ധമായ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് കഴിഞ്ഞതിന് ശേഷം ഒരു 2.5 കിലോമീറ്ററിനപ്പുറത്താണ് ഈ കാനന ഭംഗി കല്ലേലി റൂട്ടിൽ. ഈ കാനന ഭംഗി ആസ്വദിക്കാൻ ഇവിടെ തന്നെ വരണം. വളരെ പ്രകൃതി രമണീയമായ സ്ഥലം, ചുറ്റും പച്ചപ്പുകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. കണ്ണിന് തീർത്തും കുളിർമ ഉളവാക്കുന്ന ഒരു കാനന ഭംഗി. അച്ചൻകോവിൽ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. ഇവിടുന്ന് അച്ചൻകോവിലോട്ട് തിരിയാൻ വേണ്ടി ഒരു റോഡുണ്ട്. അത് ഏതാണ്ടൊരു ഇവിടുന്ന് 45 കിലോമീറ്ററാണ് ഇവിടുന്ന് അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെയും അച്ചൻകോവിലേക്കുമുള്ള ദൂരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലേലി പാലത്തിൻ്റെ സമീപത്താണ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാകാം അച്ചൻകോവിൽ നദിയിൽ തീരെ വെള്ളം ഇപ്പോൾ കുറവാണ്. വർഷകാലത്ത് നിരവധി ഈ നദിയിൽ കനത്ത വെള്ളമായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെറും ഒരു നീരുറവയെ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റും വനമേഖലയാണ് ഈ പ്രദേശം. ഇപ്പോഴത്തെ വേനൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും പ്രകൃതിയുടെ തണുത്ത കാറ്റേൽക്കുവാനും നിരവധി സഞ്ചാരികളാണ് ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കല്ലേലി പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ്. കോന്നി അരുവാപ്പലം റൂട്ടിൽ കല്ലേലി റൂട്ടിലാണ് കല്ലേലി പാലം സ്ഥിതി ചെയ്യുന്നത്. കല്ലേലി കഴിഞ്ഞാൽ പിന്നെ കൊക്കാത്തോട്, ഇതെല്ലാം വനമേഖലയാണ്. നിബിഡമായ വനങ്ങൾ, ഫോറസ്റ്റ് ഏരിയ, ആനകളും കടുവകളും മറ്റു വന്യമൃഗങ്ങളും വിഹരിക്കുന്ന പ്രദേശങ്ങളാണ് ഇവയെല്ലാം. സന്ധ്യയായിക്കഴിഞ്ഞാൽ ആനകൾ കൂട്ടത്തോടെ അരുവികളിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങും. ഒരു കാനന ചോല പോലെ ഒഴുകുന്ന പുണ്യനദിയായ അച്ചൻകോവിലാറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പ്രദേശം വളരെയധികം മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. റിസർവ് ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ കടുത്ത നിയന്ത്രണങ്ങളും ഈ പ്രദേശങ്ങളിലേക്കുണ്ട്. വാഹനങ്ങൾ ചെക്ക് ചെയ്ത് മാത്രമേ കടത്തിവിടുകയുള്ളൂ. പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പാലത്തിന് താഴെ കാണുന്നത് ഒരു കൊച്ചു ചോല പോലെ, വേനൽക്കാലമായതുകൊണ്ടായിരിക്കാം, ഒരു കൊച്ചു ചോല പോലെ ഒഴുകുന്ന അച്ചൻകോവിൽ നദിയാണ്. കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പമ്പാ നദിയെ വിലയം പ്രാപിക്കുന്നത് വരെ
ഏതാണ്ട് 90 കിലോമീറ്ററോളം കുണുങ്ങിയൊഴുകുന്ന പുണ്യനദിയായ ദേവനദിയായ അച്ചൻകോവിലാറ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വളരെ ചെറിയൊരു നീരുറവ് പോലെയാണ് കാണുന്നത്. വന്യമൃഗങ്ങൾ ആനയും കാട്ടുപോത്തും കടുവയുമൊക്കെ രാത്രി കാലങ്ങളിൽ ഇവിടെയാണ് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന പ്രദേശങ്ങളാണിതൊക്കെ. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈ പ്രദേശം, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ പ്രദേശത്ത് വരിക തന്നെ വേണം. മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇവയൊക്കെ. നമ്മളിപ്പോൾ കാണുന്നത് കല്ലേലി പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ്. നമുക്കറിയാം, കോന്നി അതുപോലെ അച്ചൻകോവിൽ കല്ലേലി പ്രദേശങ്ങളിലൊക്കെ വനമേഖലകളുടെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ മഴ ഒരുപാട് ലഭിക്കും. ഈ വർഷം തന്നെ ഏതാണ്ട് മറ്റ് സ്ഥലങ്ങളിലും മറ്റ് ജില്ലകളിലൊക്കെ വേനലിൽ വെന്തുരുകുമ്പോഴും ഇവിടെ അനേക ദിവസം മഴ ലഭിച്ചു എന്നുള്ളതാണൊരു വസ്തുത. സഞ്ചാരികൾ കൂട്ടത്തോടെ ഈ പ്രദേശങ്ങളിലേക്ക് വരുന്നുണ്ട്. കടുത്ത വേനൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഇവിടെയും പരിസര പ്രദേശങ്ങളിലും ഈ ജില്ലകളിലൊക്കെ ഉള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം, ഈ പ്രദേശങ്ങൾ കാണണം, ഈ പ്രദേശങ്ങളുടെ മനോഹാരിത ആസ്വദിക്കണം. കല്ലേലി പാലത്തിൻ്റെ നമ്മുടെ സൈൻ ബോർഡാണ് ഇപ്പോൾ കാണുന്നത്. ഈ പാലം കഴിഞ്ഞ് ജസ്റ്റ് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കല്ലേലി എന്ന് പറയുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് കൊക്കാത്തോട് വരും. അതെല്ലാം ഫോറസ്റ്റ് ഏരിയയുടെ ഒരു ഭാഗങ്ങളാണ്. തികച്ചും പച്ചപ്പ് നിറഞ്ഞ പ്രദേശം. ദൂരെ കാണുന്ന കാക്കാത്തിപ്പാറയാണ്. ഇവിടുന്ന് അച്ചൻകോവിലോട്ട് തിരിഞ്ഞു പോകുന്ന റൂട്ട് ഇവിടുന്നാണ്. ഇവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് അച്ചൻകോവിലോട്ട് പോകുന്ന റൂട്ട്. ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ വന്ന് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കണം. കത്തിക്കാണുന്ന വേനൽ ചൂടിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടി കോന്നിയിലും പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ഇവിടെ വരാറുണ്ട്. ഈ കാനന ഭംഗിയും പച്ചപ്പും ആസ്വദിക്കാൻ കണ്ണിന് തന്നെ ഒരു കുളിർമയാണ്. അച്ചൻകോവിൽ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളാണ് ഈ മഴക്കാടുകളൊക്കെ തന്നെ. തികച്ചും പ്രകൃതി സൗന്ദര്യം കഴിഞ്ഞൊഴുകുന്ന ഒരു പ്രദേശങ്ങളാണിത്. കുറച്ചൊക്കെ ജനവാസ മേഖലയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വഴി സഞ്ചാരം അല്പം ബുദ്ധിമുട്ടാണ്. ബസ്സുകളൊക്കെ വളരെ കുറവാണ് ഈ ഭാഗത്ത്. ഈ പ്രദേശത്ത് വന്നെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം സന്ദർശകർക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ